നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഏട്ടത്തിക്ക് ഏട്ടത്തിയുടെ അനിയനും ഭാര്യയും വലുതായിരിക്കും. അതുപോലെ തന്നെയാ എനിക്കെന്റെ ഏട്ടന്റെ മോനും ഭാര്യയും. ഏട്ടന്റെ രക്തത്തിൽ പിറന്ന മോന്റെ കുടുംബത്തിന്റെ സംരക്ഷണത്തെക്കാൾ വലുതാണ് ഏട്ടത്തിക്ക് സ്വന്തം കൂടപ്പിറപ്പിന്റെ കുടുംബമെന്ന് വന്നാൽ ദർശനയുടെയും രൂപേഷിന്റെയും സംരക്ഷണം എനിക്ക് ഏറ്റെടുക്കേണ്ടി വരും. അമ്മയ്ക്കറിയോ, പരുന്തിനും കഴുകനും കൊടുക്കാതെ ഞാൻ കാത്തു കൊണ്ടുവരുന്ന കുഞ്ഞാ അഞ്ജന. അവളെ കൊല്ലാൻ നോക്കുന്നവരെ ഭ്രാന്ത് എന്ന പേരിൽ വെറുതെ വിടാൻ എനിക്ക് പറ്റില്ല. അത് ചിലപ്പോ ദർശനയാണെന്ന് കരുതിയ അഞ്ജനയോട് എന്നെ അങ്ങനെയായിരുന്നല്ലോ. അപ്പോ ദർശനയാണെങ്കിൽ കൊന്നാ കുഴപ്പമില്ലെന്നാണോ? മോനെ, എന്താ ഏട്ടത്തി, രൂപേഷിന്റെ ഈ ചോദ്യത്തിന് ഏട്ടത്തിക്ക് ഉത്തരം മുട്ടിപ്പോയോ? എന്റെ ഭാര്യ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പി വയ്ക്കുന്നു. പവിത്ര, വേണ്ട. നിന്റെ ശ്രേയയ്ക്കാണ് ഒരാൾ ചോറിൽ വിഷം കലർത്തി കൊടുത്തതെങ്കിൽ നീ ഒരു ക്ഷമാപണം കൊണ്ട് അടങ്ങില്ല. അപ്പോ ജയിലും കോടതിയൊന്നും നീ ഓർത്തെന്ന് വരില്ല. വന്നേ. അവളെ പിടിച്ചോണ്ട് പോ. സൂക്ഷിച്ച് വന്നേ. നടക്കങ്ങോട്ട്. മതി നിന്റെ അഭിനയം. എന്തൊരു ജന്മം നിന്റെ. നാണം കെട്ട് മടുത്തു. അവള് പറഞ്ഞ കേട്ടില്ലേ, ഭ്രാന്താണെങ്കിൽ പൂട്ടിയിടണമെന്ന്. എനിക്കിപ്പോ അത് തന്നെ തോന്നുന്നേ. നിന്നെ ഇങ്ങനെ അഴിച്ചു വിടാതെ പൂട്ടിയിടുന്നത് തന്നെയാ നല്ലത്. ആ സംസാരശേഷി കൂടിയില്ലാത്ത ആ കുഞ്ഞിനെ കൊന്നിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? ഇന്ന് ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ദർശന ഇവളെ കൊന്നേനെ. ഇനി മേല നീ എന്നോട് ചോദിക്കാതെ എന്തെങ്കിലും ചെയ്താ കൊടുത്ത വിഷത്തിന്റെ അളവ് കുറഞ്ഞുപോയി. അല്ലെങ്കിൽ അവളെ ഇവള് പിന്നെ അഹങ്കാരം പറയുന്ന കേട്ടില്ലേ? ഇവള് ഇന്ന് ഞാൻ സോറി മോളെ. കമ്പനിയിൽ നടത്തിയ കോടികളുടെ തിരിമറി കണ്ടെത്താതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ആ കമ്പനിയിൽ നടത്തിയ കോടികളുടെ തിരിമറി കണ്ടുപിടിക്കാതിരിക്കാൻ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത അഞ്ജനെ കൊല്ലാൻ നോക്കുന്നു. ഇത് വട്ട് തന്നെ, നല്ല മുഴുത്ത വട്ട്. അച്ഛ, അമ്മ പറയുന്നതേ അഞ്ജനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച അതോടെ ദർശനം ഒതുങ്ങി പോകുന്ന, അവളുടെ IPS പഠനം വരെ മുടങ്ങി പോകുന്ന. അപ്പൊ പിന്നെ അന്വേഷണമൊന്നും ഉണ്ടാവില്ലല്ലോ. എടീ, പവിത്രന് കക്കാൻ അറിയാമെങ്കിൽ നിൽക്കാനും അറിയാം. അതിനുവേണ്ടി ഇവൾ ഇങ്ങനൊരു കാര്യം പ്ലാൻ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഇനി ഇതിന്റെ കോലാഹലം തീരാൻ എത്ര കാലം എടുക്കുമെന്തോ. ഒന്നുമില്ല പവിയേട്ട, അതിനൊക്കെ ഞാൻ മാർഗം ഉണ്ടാക്കിയിട്ടുണ്ട്. ഗിരിജെ, നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് എന്നോടും കൂടി ഒന്ന് ആലോചിക്കണ്ടേ? ഞാൻ പറയോ നിന്നോട് ചെയ്യേണ്ടെന്ന്? ഈ മരുവത്തൂരിൽ നിന്ന് അഞ്ജന പോണം. അവളുടെ അസാന്നിധ്യം ദർശനയെ ടെൻഷനിലാക്കും. അവൾക്ക് നിരന്തരം ടെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ അവൾ IPS പരീക്ഷ പാസ്സാകും. അത് പാടില്ല. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റോ
അതൊക്കെ ഞാൻ ചെയ്യും. പവിയേട്ടൻ അറിയോ, ഇത് ഞാൻ അഞ്ജനയെ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല. അതിനു വേണ്ടിയുള്ള വിഷമൊന്നും ഞാനതിൽ ചേർത്തിരുന്നില്ല. അവളുടെ ജീവൻ ഈ മരുവത്തൂരിൽ സേഫ് അല്ലെന്ന് ദർശനയ്ക്ക് തോന്നണം. അത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം. അവള് മരുവത്തൂരിൽ നിന്ന് പോണം. അല്ലെങ്കിൽ ഇനി വിൽപത്രം മാറ്റി എഴുതുമ്പോൾ അവളുടെ ഭാഗവും പേരും അതിൽ വരും. ഹലോ ഡോക്ടർ, ഗിരിജയാ? മരുവത്തൂരിലെ ഗിരിജ. നാളെ ഡോക്ടർ ഒന്ന് മരുവത്തൂരിലേക്ക് വരുമോ രാവിലെ? ഹലോ ഹലോ ഡോക്ടറെ, ഹലോ. കട്ടായി. എടുക്കുന്നില്ലല്ലോ. ഡോക്ടർ, സിറ്റുവേഷൻ എങ്ങനെയുണ്ട്? ആ ഏതി അവിടെ ഉണ്ടോ? ഇല്ല, ഇനി അഥവാ ഉണ്ടെങ്കിലും സാരമില്ല ഡോക്ടറെ. ഡോക്ടർ വാ. സാരം ഉണ്ടോ ഇല്ല എന്നൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓ, അപ്പോ ഡോക്ടറെ, ഇനിയിപ്പോ ഡോക്ടർ പറയുന്ന പോലെ ഇവിടുന്ന് മുന്നോട്ടുള്ള പോക്ക് അത് പ്രത്യേകിച്ച് എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറയുന്നത് പോലെ തന്നെയാ. ഒരു ദശാബ്ദ കാലമായി ഈ ലോകത്തിന്റെ തന്നെ മാനസിക സ്പന്ദനം